ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ കോശി റിവറിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലാണ്. അപ്പോൾ ഹോട്ടലിൻ്റെ പുറത്തൊരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെയാണ് ടെൻ്റ് അടിച്ചിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ കാണുന്ന അറ്റത്ത് കാണുന്ന ആ ബാരേജ് ഉണ്ടല്ലോ, അതാണ് കോശി ബാരേജ്. അപ്പോൾ നമ്മൾ കോശി ബാരേജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ഹോട്ടലിലെത്തി ചേട്ടനോട് ചോദിച്ചിട്ട് ഇവിടെ തന്നെയാണ് ഇന്നലെ നിന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ എന്തായാലും നല്ല അടിപൊളി തന്നെയായിരുന്നു. ഇന്നലെ വലിയ ശല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ റോട്ടിലാണെങ്കിൽ രാത്രി അങ്ങനെ വണ്ടികളൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല സൈലൻറ്റും ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ടെൻ്റ് അടിച്ച് നിന്ന് അതുപോലെ തന്നെ നമ്മൾ നിന്നേച്ചതിൻ്റെ പുറകിലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല രസമുള്ളൊരു കാഴ്ചയുണ്ട്. രാവിലെയാണ് ഞാൻ കാണുന്നത്. രാവിലെ ഇന്നലെ രാത്രി വന്നപ്പോൾ ഇരുട്ടായതുകൊണ്ട് ഈ കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കുണ്ടല്ലോ, ഇവിടെ വലിയൊരു ഏരിയയിൽ മൊത്തത്തിൽ വെള്ളത്തിനകത്ത് ഫുള്ള് അമ്പലാണ്. അങ്ങനെ നമ്മൾ ഇന്നലെ നിന്നേച്ച ഹോട്ടലിൽ തന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കണാണ്. അപ്പോൾ നമ്മളിവിടെ ചാർജ് എല്ലാം കുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചാർജൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്ത് ചാർജൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ എല്ലായിടത്തും രാവിലെ കടകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടണ ഒരു സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ കടല റോസ്റ്റും അതുപോലെ തന്നെ താഴെ അവലാണ്. അപ്പോൾ വെള്ള പൊക്കത്ത് കടല റോസ്റ്റ്, അതുപോലെ തന്നെ പൊക്കത്ത് സവാളയൊക്കെ ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്തിട്ടാണ് രാവിലെ കഴിക്കണം. മിക്ക ഹോട്ടലിലും കയറി കഴിഞ്ഞാൽ രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനടുത്ത് അവർ പറയണമെന്ന് പറഞ്ഞാൽ ചന്ന മസാല റോസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സാധനമാണ് നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കഴിച്ചിട്ട് വേണം നമുക്കിനി സൈക്കിൾ യാത്ര കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ നല്ലൊരു ഫുഡ് തന്നെ ഉണ്ട്. നല്ല ആരോഗ്യത്തിനാണെങ്കിലും നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കടലയാണ്. അങ്ങനെ നമ്മൾ നിന്നുവെച്ച ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേണ്. അപ്പോൾ പോണ വഴിയാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡ് കാണണമെന്ന് പറഞ്ഞാൽ ഫുള്ള് വെള്ളം കെട്ടി നിന്നിട്ട് അതിനകത്ത് വെള്ള കളറിലെ അമ്പലമാണ് ഇവിടെ മൊത്തം കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം പൂവായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ രാവിലെ ഇവിടെ വന്നിട്ട് ആൾക്കാർ ഈ അമ്പലമൊക്കെ പറിച്ചിട്ട് പോകണുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഫുള്ള് പൂവായിട്ടിരിക്കണമെന്ന് കുറേ പേര് വന്ന് കുറേ അമ്പലമൊക്കെ പറിച്ചിട്ട് പോകണ്ടായി. അപ്പോൾ അങ്ങനെ നമ്മളിനിയിപ്പോൾ ഈ ഹൈവേ കൂടി തന്നെ പോയിട്ട് കുറച്ച് പോകാൻ നേരത്തൊരു ഡീവിയേഷൻ വന്നിട്ടുണ്ട്. ആ ഡീവിയേഷൻ നോക്കി കയറണം. അതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉള്ളുവഴിയാണ്. ആ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു കാഠ്മണ്ഡുവിലോട്ട് പോകാനായിട്ടുള്ള ഹിൽ ഏരിയ കിട്ടും. അപ്പോൾ ഹിൽ ഏരിയ കൂടി ആയിരിക്കുള്ളൂ ഇനി നമ്മൾ യാത്രയാണ്. കാരണം ചൂട് കുറവായിരിക്കും കുറച്ച്. അങ്ങനെ നമ്മൾ വന്നിട്ടിരുന്ന വെച്ചാൽ ഹൈവേ ആണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ആ ഹൈവേ പോകുന്നത്. ആ വഴി പോയാലും നമുക്ക് കാഠ്മണ്ഡുവിലോട്ട് എത്തിപ്പെടാം. അപ്പോൾ നമ്മൾ വേറൊരു റൂട്ട് നോക്കിയായിരുന്നു. ചെറിയൊരു ഉള്ളുവഴിയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ബെൽത്തർ ബസാഹ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക് എത്താം. അപ്പോൾ ഈ വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ കുറേ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ വഴി കുറച്ച് പോയി കഴിയാൻ നേരത്ത് പിന്നെ ഹിൽ ഏരിയ സ്റ്റാർട്ടാവുമെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഗ്രാമത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഇവിടെ കുറച്ച് കുട്ടികളുടെ സൗണ്ട് കേട്ടപ്പോഴേക്ക് നോക്കിയതാണ്. അപ്പോൾ വയലിൻ്റെ നടുക്കായിട്ട് ഈ കാണുന്ന ഒരു സ്കൂളാണ്, ന്യൂ സേവിയർ സ്കൂൾ. നമ്മൾ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാലും സിന്ധുലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് വേണം അവിടെ നിന്ന് നമ്മൾ നേരെ കാഠ്മണ്ഡുവിലേക്കുള്ള വലിയ റോഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ഹിൽസും സ്റ്റാർട്ടാവും. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 12 മണിയൊക്കെ ഉണ്ട്. 12 മണിയൊക്കെ ഇപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ ഈ വെയിലത്തൂടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് 2 ബ്രദേഴ്സ് നമ്മളെ വിളിച്ചായിരുന്നു. അപ്പോൾ ഇവർ നമ്മളെ വെള്ളം മേടിച്ച് തരാൻ വേണ്ടിയിട്ട് ഇവർ നമ്മളെ നേരത്തെ കണ്ടാണ്. അണ്ട് സ്കൂട്ടറായിട്ട് ഇപ്പോൾ ഈ കടയിൽ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള തണുത്തുള്ളതൊക്കെ മേടിച്ചിട്ട് നമ്മളെ വിളിച്ച് ഇവിടെ നിർത്തി സംസാരിച്ച് കുറേ നേരം. അപ്പോൾ നമുക്ക് വേണ്ടിയുള്ള റൂട്ടുകളൊക്കെ ഇപ്പോൾ ഇവർ പറഞ്ഞാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഉച്ചയുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു സാധനം ഇതെന്ന് പറഞ്ഞാൽ നേപ്പാളി ഡിഷാണ്. ചട്പട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനകത്ത് കടലയും പൊരി മിക്സർ അതുപോലെ തന്നെ സവാളയും ക്യാബേജൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ സാധനം കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇവിടെ ഫാനൊക്കെ ഉണ്ട്. അപ്പോൾ ഫാനിൻ്റെ അടിയിൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇവർ പറയണത് ഇപ്പോൾ ഹിൽ ഏരിയയിലോട്ട്
അധികം കയറുമ്പോഴും നോക്കണം. ചില സമയത്ത് മഴയുണ്ട്, അപ്പോൾ ലാൻഡ് സ്ലൈഡിങ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വെയിലും ഉണ്ട്. അപ്പോൾ താഴെയാണെങ്കിൽ പൊക്കത്താണെങ്കിൽ ചൂട് തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്തായാലും പരമാവധി പോയി നോക്കാം. അപ്പോൾ എന്തായാലും ബ്രദേഴ്സിനൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ बलराम आचार्य हाँ बलराम आचार्य बलराम 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 हाँ बलराम आचार्य तो संजय 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 दत्त संजय दत्त संजय चौधरी संजय चौधरी ഓക്കെ ബ്രദർ നാം बबलू राव ബാബു बबलू बबलू ബബ്ലു ബബ്ലു എന്നാണ് പേര്. അതുപോലെ തന്നെ അടുത്തൊരു ബ്രദറും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ഒന്നാം ആ ദേശകാന്ത് തീസ് തേജ്കാന്ത് എന്നാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ കടയിലാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. ആംബിയൻസ് ആണെങ്കിൽ ഇപ്പോൾ ഇതൊരു വീടാണ്, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ കടയും. അപ്പോൾ ഫ്രണ്ടിൽ കൂടി കാണുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമത്തിലോട്ടൊക്കെ പോകാനായിട്ടുള്ള റോഡാണ്. നമ്മളിനി ഇവിടെ നിന്ന് നേരെ ഒരു 20 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ എത്തും. അവിടെ നിന്നാണ് നമുക്കിനി ഹിൽ ഏരിയയിലോട്ട് തിരിഞ്ഞ് പോകാനായിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു. അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ വന്ന വഴിക്ക് അടുത്തൊരു റിവർ ഉണ്ടായിരുന്നു. ത്രിജൂഗ എന്നാണ് ഈ റിവറിൻ്റെ പേര്. അതുപോലെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വീതിയുള്ള റിവറാണ്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടിട്ട് ഒരു സൈഡിൽ കൂടിയാണ് ഒഴുകണം. ആ സൈഡിലാണെങ്കിൽ നല്ല താഴ്ചയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ക്ലിയർ വെള്ളവും വേണ്ട. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഡാം മൂലമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ഷട്ടറുകളുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോൾ ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇറങ്ങി കുളിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാർ അറ്റത്തിരുന്ന് കുളിക്കണൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ക്ലിയറും കണ്ടോ, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളങ്ങളാണ് ഈ വഴി വരുമ്പോൾ മൊത്തം നമ്മൾ കാണുന്നത്. അത് കാരണം നമുക്ക് പെട്ടെന്ന് ടയേർഡാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടെയൊക്കെ ഇറങ്ങി കുളിച്ചിട്ട് വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമം കാണാനായിട്ട്. നല്ല രസമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ വീടുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും നേപ്പാളിൽ. ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും കാണുന്ന വീടുകളെല്ലാം ഒരുപോലെ തന്നെ ഉണ്ടോ. ഇപ്പോൾ താഴത്തെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ചെറിയതായിട്ട് ഇപ്പോൾ റൂമും ഹോളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മേളിലാണ് ബാക്കിയുള്ള സൗകര്യങ്ങൾ മൊത്തം ഉള്ളത്. ഇപ്പോൾ നേരെ ഇപ്പോൾ കാണുന്ന വീടൊക്കെ കണ്ടോ. അതിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ ഫുള്ള് പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലോറും പൊക്കത്താണ് വീട് വരുന്നത്. ഇപ്പോൾ മൊത്തം മരം കൊണ്ടിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ വഴി വന്നിട്ടിരിക്കാൻ നേരത്ത് ഒരു ചേട്ടൻ നമ്മളെ വിളിച്ചായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഈ വില്ലേജിലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാൻ നേരത്ത് ഈ ചേട്ടനാണ് നമ്മളെ വിളിച്ചിട്ട് ഈ ചേട്ടൻ അത്യാവശ്യം നല്ലോണം ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞൊക്കെ തന്നായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന കോഷി റിവർ എന്ന് പറഞ്ഞാൽ 7 റിവറും കൂടി ചേരണം ഒരു റിവർ. ദാറ്റ്സ് ഓൺലി 7 rivers is 7 rivers. That is the name. Saptakoshi. Yeah. 7 river. 7 river. Koshi, Sonkoshi, like this one. 7 river. And Apo, mix there. The flowing go to the West Bengal. West Bengal side, Bihar side. അപ്പോൾ ഈ ചേട്ടൻ നമുക്ക് യാത്ര ചെയ്തിട്ട് വന്നപ്പോഴേക്കും നമ്മളുടെ കാഴ്ചകളുടെ കുറേ കാര്യങ്ങൾ അറിവുകൾ പറഞ്ഞു തന്നായിരുന്നു. അതുപോലെ തന്നെ ഇതാണ് ഇപ്പോൾ ഈ ചേട്ടൻ്റെ വീട്. ആ ചേട്ടൻ ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ വഴി യാത്ര ചെയ്യുമ്പോഴേക്കും നമ്മളെ കണ്ടിട്ട് വിളിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ വെള്ളം വേണമെന്നാണ് ചോദിച്ചത്. വെള്ളം കുടിച്ചിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള നേപ്പാളിലെ ആൾക്കാരെല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മളോട് പെരുമാറണം. അപ്പോൾ വളരെ നല്ല ആൾക്കാരാണ്. താങ്ക് യു. Okay. Same weather here. കേരള. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് വരാൻ നേരത്ത് നല്ല വെയിലാണ്. ഇപ്പോൾ നല്ല വെയിലെന്ന് പറഞ്ഞാൽ വെയിൽ മാത്രമല്ല, വെയിലിന് നല്ല ചൂടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കയറി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു തണൽ കണ്ടപ്പോഴേക്കും നിർത്തിയതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കാണാനായിട്ടാണെങ്കിൽ നല്ല രസമുള്ള കാഴ്ചയാണ്. നേരെ ചെറിയൊരു റോഡ്, 2 സൈഡിൽ വയൽ, നേരെ അറ്റത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ മല, അതിൻ്റെ പുറകിൽ വലിയ മല, അതിൻ്റെ ബാക്കിൽ വീണ്ടും വലിയ മലകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് കാഠ്മണ്ഡുവിലോട്ട് പോകാനായിട്ടുള്ള വഴിയാണ് കാണുന്നത്. ഈ വഴി ഇങ്ങനെ നേരെ പോയിട്ട് ആദ്യം ചെറിയ മലകളൊക്കെ കയറി വലിയ മല കയറി ഇറങ്ങി ആ മലേൻ്റെ നടുക്കൂടി പോകുന്ന റോഡാണ്. നേരെ അങ്ങോട്ടുള്ള മൗണ്ടൻ റീജിയൻ്റെ ഉള്ളിലാണ് കാഠ്മണ്ഡു വരുന്നത്. അങ്ങനെ നമ്മൾ ഈ വഴി കൂടി കാഴ്ചകളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് തിരിയാനായിട്ടുള്ള വഴി കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊരു വഴി നോക്കിയിട്ടുണ്ട്. ഈ വഴി പോയാലും നമുക്ക് ബെൽത്താർബസ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ വലിയൊരു റോഡ് ഉണ്ട്. അപ്പോൾ ആ വഴി അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ മലയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. ഹില്ലേരിയ തുടങ്ങണതാണ്.
അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ റോഡിൽ നിന്ന് ഇപ്പോൾ ചെറിയൊരു റോട്ടിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് കയറി. അത് കയറി വന്നപ്പോഴേക്കും ഒരു പാലം വരുന്നു. അപ്പോൾ ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് താഴത്തൂടി അടുത്തൊരു റിവർ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഏറ്റവും അറ്റത്ത് നല്ല വലിയ വലിയ മലകൾ. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും ക്യാമ്പ് ചെയ്യാനായിട്ട് നല്ല അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ സൈഡിലൊക്കെ നമ്മൾ പോയിട്ട് അവിടെ ടെൻ്റൊക്കെ അടിക്കണമെങ്കിൽ നമുക്ക് വെള്ളവുമുണ്ട്. ഇവിടെ നിന്ന് കുളിച്ചിട്ട് നേരെ പോയി ടെൻറ്റിനകത്ത് കയറാം. നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 2 മണിയായിട്ടുള്ളൂ. നമുക്കിനി കുറച്ചും കൂടി യാത്ര ചെയ്തിട്ട് ഇതേപോലെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് എത്തിപ്പെട്ടിട്ട് ഇന്ന് ക്യാമ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമുക്കിന്ന് ഇവിടെ തന്നെ നിന്നാലാന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ നേപ്പാളിലെ ഉള്ളിലെ വഴികളിലൂടെയാണ് ഇപ്പോൾ യാത്രയാണ്. നല്ലൊരു അന്തരീക്ഷമുണ്ട് ഇവിടെ. നല്ലൊരു സൈലൻ്റായിട്ട് കിടക്കണ ഏരിയകളാണ്. നിറയെ വീടുകളുണ്ടെങ്കിലും നിശബ്ദതയോടുകൂടി, അതുപോലെ തന്നെ വീടുകളും കണ്ടു. വീടുകൾ കാണാനായിട്ടൊക്കെ നല്ല രസമുണ്ട്. ഇപ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള ഗായ്ഘട്ടാണ്. ഗായ്ഘട്ടിലേക്ക് 21 കിലോമീറ്റർ. മാൻ 126. എത്തൂട KTM 297. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഫോറസ്റ്റ് ഏരിയ ആണ്. ഇപ്പോൾ ഈ സൈഡിലും അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് ഫുള്ള് അടുപ്പിച്ചടുപ്പിച്ച് വലിയ വലിയ മരങ്ങളുടെ കാടുകളാണ്. അങ്ങനെ നമ്മൾ കയറ്റങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കയറ്റമാണ്. അയ്യോ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ബെൽത്താർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബോർഡ് കാണാം ഇവിടെ. അങ്ങനെ നമ്മൾ ക്യാമ്പ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി വന്ന വഴിക്ക് നമ്മൾ നേപ്പാളിൽ നിന്ന് ഒരു ബസ് സ്റ്റോപ്പിൽ കുറച്ച് ചേട്ടന്മാർ ഇരിക്കണ്ടെന്ന്. അപ്പോൾ ആ ചേട്ടന്മാരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ചേട്ടൻ നമ്മൾ ആ ചേട്ടൻ്റെ വീട്ടിലോട്ട് വിളിച്ചായിരുന്നു. അങ്ങനെ ഇന്ന് നല്ലൊരു അടിപൊളി ദിവസമാണ്. കാരണം നമ്മൾ ആദ്യത്തെ ദിവസമാണ് നേപ്പാളിലൊരു വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇതാണ് ആ ചേട്ടൻ. ഈ ചേട്ടനാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പ്രബിൻ റായ് എന്നാണ് പേര്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയുള്ളൂ കേട്ടോ. എത്തിക്കൊണ്ടിട്ടാണ് ഇപ്പോൾ പേരൊക്കെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടല്ലോ, അത് കാരണം മറന്നത്. നമ്മളിപ്പോൾ എത്തി. ഇതാണ് ആ ചേട്ടൻ്റെ റൂം. അതുപോലെ തന്നെ നമ്മളിവിടെ കുളിച്ചെല്ലാം കഴിഞ്ഞ് റെഡിയായി. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്നെന്തായാലും നല്ലൊരു ദിവസം തന്നെയായിരുന്നു. നല്ല കുറേ കാഴ്ചകൾ, നല്ല കുറേ ആൾക്കാരുകളെ പരിചയപ്പെട്ട്, അതുപോലെ തന്നെ ഇവിടെ എത്തിപ്പെട്ട സ്ഥലമാണെങ്കിലും വളരെ നല്ല സ്ഥലം തന്നെയാണ്. കാരണം വീടാണെങ്കിലും നല്ലൊരു വീടും കിട്ടി. അതുപോലെ തന്നെ നമുക്ക് നേപ്പാളിലെ ആദ്യത്തെ ഹോം സ്റ്റേ ആണ് ഇന്ന് തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ എത്തിയതാണെങ്കിൽ നല്ലൊരു അടിപൊളി സ്ഥലത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതേട്ടൻ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ കിച്ചണിലാണ്. അതുപോലെ തന്നെ വീടാണെങ്കിലും നല്ല വലിയ വീടാണ്. അപ്പോൾ ഈ ചേട്ടനുണ്ട്, ചേട്ടൻ്റെ വൈഫ്, കൊച്ച്, അമ്മ, അച്ഛൻ എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരെയും പരിചയപ്പെട്ട് എല്ലാവരോടും സംസാരിച്ചായിരുന്നു. നമുക്കിനി എന്തായാലും അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അവരെയും കൂടി ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് നാളെ ഇവിടെ നിന്ന് ഇറങ്ങണ മുമ്പ്
ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ രാവിലെ വരെ നമ്മൾ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഓക്കെ പോർക്ക് नहीं बॉफ है बॉफ ബോഫ് हाँ बॉफ मालूम नहीं. हाँ वो डालो मैं खाएगा मुश्किल. खाएगा ना? हाँ वो बफ मालूम नहीं इसलिए ये बोल. बाहर का ही नहीं खाता मशरूम मशरूम वो भी मशरूम और पोटैटो है ये ओके ओके. हाँ इसका इंग्लिश का नाम क्या है? इसका इंग्लिश हिंदी का नाम बॉफेलो ബഫലോ हाँ മീറ്റ്. मीट ഓക്കെ बॉफेलो ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കുറേ നാൾക്ക് ശേഷം ബീഫ് കഴിക്കാൻ വേണ്ട. കുറേ ആൾക്ക് ശേഷം മീറ്റും അതുപോലെ തന്നെ മഷ്റൂമാണ് കറി. അപ്പോൾ ആ ചേട്ടൻ ബോഫ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ എന്നോട് കഴിക്കോ എന്ന് കുറേ പ്രാവശ്യം ചോദിച്ചായിരുന്നു. കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്നാണല്ലോ. അപ്പോൾ ഇന്ത്യയിൽ കുറേ പേര് കഴിക്കാത്തതുകൊണ്ടിട്ടുള്ള ഇത് ആയിക്കോളും എന്നോട് ആദ്യം ഇങ്ങനെ പയ്യെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെല്ലാം കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മളപ്പോൾ നേപ്പാളിൽ ആദ്യത്തെ വീടാണ്. നേപ്പാളിലത്തെ ആദ്യത്തെ വീട്ടിലെ ഫുഡാണ് കഴിക്കണത്. ആദ്യത്തെ വീട്ടിലെ ഫുഡും നമ്മൾ കഴിക്കണം എന്ന് പറഞ്ഞാൽ ചോറ്, മഷ്റൂം കറി, ബീഫ്. എന്താ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ സെയിം ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസമുള്ളൂ. എരിവ് കുറവാണ്. ബാക്കിയെല്ലാം കൊണ്ടും അടിപൊളിയാണ്. ബീഫിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. കുറേ നാളായല്ലേ ബീഫ് കഴിച്ചിട്ട്. നാട്ടിൽ നിന്ന് വിട്ടിട്ട് പിന്നെ കഴിച്ചെന്ന് പറഞ്ഞാൽ ഇടയിൽ ബാംഗ്ലൂരിൽ നിന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് അവിടെ മേടിക്കുമായിരുന്നു. അവിടെ നമ്മൾ മേടിച്ച് ബീഫൊക്കെ പോയിരുന്നു. അതല്ലാതെ കുറേ ആളായിട്ട് കഴിച്ചിട്ടില്ല. ഇപ്പം ഏകദേശം ഒരു 4-5 മാസം ആയിട്ടുണ്ട് ബീഫ് കഴിച്ചിട്ട്. അടിപൊളി. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ എത്തിപ്പെട്ട വീടാണ് ഇത്. അപ്പോൾ ഇവരുടെ പഴയ ഒരു വീട് സൈഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ തറവാടാണത്. ആ തറവാട്ടിലാണ് നമ്മുടെ കുട്ടൂസിനെ വെച്ചേക്കണത്. അതുപോലെ തന്നെ ഇതിപ്പോൾ പുതിയ വീടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ചേട്ടൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ടി വി കാണുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദി പ്രോഗ്രാമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം തന്നെ ബാബേനെ പരിചയപ്പെടാം. ഓ ബാബക്ക് നാം मेरा രാംകുമാർ റായ് എന്നാണ്. എന്തായാലും വളരെ നല്ല ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ മമ്മിയുണ്ട്, അതുപോലെ തന്നെ ഒരു സിസ്റ്റർ ഉണ്ട്. ഓ മമ്മിക്ക നാം ആ മൻകുമാരി റായ്. അതുപോലെ തന്നെ കൊച്ചുങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവരും ഇവിടെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. നമ്മളിവിടെ ഹാപ്പിനെസ്സോട് കൂടി തന്നെയാണ് അപ്പോൾ എത്തിപ്പെട്ട്. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും കൂടി ഇപ്പോൾ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കണം. ടി വി കണ്ടിരുന്നപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇന്ന് കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് ഈ ചേട്ടൻ്റെ റൂമിലാണ് നിൽക്കണത്. അപ്പോൾ താങ്ക് യു. वेलकम